രണ്ടാമത്തെ വാക്യം. ഹല്ലേലൂയ. ആമേൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആ അത് മതി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, വിശ്വാസത്താൽ യേശുവിനോട് നിലവിളിക്കുന്ന ഒരു യാചകൻ. We read in the 38th verse, here is a person who cries out in faith. ആമേൻ. ഈ നിലവിളി എന്ന് പറയുന്നത് വെറും ഒരു നിലവിളി ആയിരുന്നില്ല. Now this was not a normal cry. ആമേൻ. അദ്ദേഹം പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. When we read, he cried out, Jesus son of David, have mercy on me. അത് വാസ്തവത്തിൽ ഒരു നിലവിളി എന്ന് മാത്രമല്ല, അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടെയാണ്. This was not just a cry, but it was a pronunciation of his faith. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ കടന്നു പോകുന്നതായ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കി അവൻ ഹല്ലേലൂയ ദാവീദിന്റെ പുത്രൻ മശിഹ തമ്പുരാനാണ് കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വിശ്വാസത്തിന്റെ ഒരു ഡിക്ലറേഷൻ ആണ് അവിടെ നടത്തുന്നത്. He had the recognition that Jesus the Messiah, and he makes a declaration of his faith. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ പറഞ്ഞു കേട്ട് പഠിച്ച് തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ചില ധാരണകൾ യേശുവിനെ കുറിച്ച് മസിഹായെ കുറിച്ച് പ്രവചനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ ഇപ്പോൾ ഈ വഴിക്ക് കടന്നു പോകുന്നത് വെറും ഒരു മനുഷ്യനല്ല, സാധാരണ വ്യക്തിയല്ല. മസിഹ തമ്പുരാൻ എന്റെ അടുക്കിലൂടെ കടന്നു പോകുന്നു. ആ ദൈവത്തോട് ഞാൻ നിലവിളിക്കുകയാണെന്നാണ് പറയുന്നത്. Although he had many ideas of the promises in Jesus, he knows it is not a human passing by, and he cries out to the Messiah. ദൈവമേ, ഞാൻ ഓർപ്പിക്കട്ടെ, അന്ന് ആ യാചകൻ ജീവിച്ച അതേ കാലയളവിൽ തന്നെ ഉണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവർക്കും ഈ രഹസ്യം മനസ്സിലായിരുന്നില്ല. That day this beggar had a realization that many did not have. അവൻ പലരും യേശുവിനെ പരിഹസിച്ചവരാണ്. There were many who despised Jesus. പലരും കർത്താവായ യേശുവിനെ വിശ്വസിച്ചിരുന്നവരല്ലായിരുന്നു. Many did not believe in him. ആമേൻ. ഹല്ലേലൂയ. പലരും കർത്താവിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റം കണ്ടുപിടിച്ച് അവനെ അവഹേളിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചവരാണ്. There were many who were searching to accuse him. എന്നാൽ ഈ മനുഷ്യനെ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ യേശുവിനെ വിശ്വസിച്ചു. അതുമാത്രമല്ല, യേശു ദാവീദ് പുത്രൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിനോട് അദ്ദേഹം യാചിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. But this man believed in Jesus, and he makes a declaration and praise to him. ദൈവമേ, എനിക്കത് ഓർക്കുമ്പോൾ, നമ്മെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് സ്തുതിക്കുവാൻ തക്കവണ്ണം വകയുണ്ട്. Then I think about it, there is a reason for us to praise him. പലർക്കും നമ്മളായിരിക്കുന്ന ഈ പദവിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല. Many have not had the opportunity that we have. ആമേൻ. ഹല്ലേലൂയ. നിത്യതയെ കുറിച്ചുള്ളതായ ധാരണയെ അവർക്ക് ലഭിച്ചിട്ടില്ല. They do not understand eternity. ആമേൻ. കർത്താവായ യേശു ആരാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. They do not know who Jesus is. എന്നാൽ കാലാകാലങ്ങളിലായി എനിക്കും നിങ്ങൾക്കും എന്റെ കർത്താവിനെ മനസ്സിലാക്കുവാൻ, കർത്താവിന്റെ കൃപയിലേക്ക് കടന്നു വരുവാൻ, കർത്താവിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി മാറുവാൻ, ദൈവ മക്കളായി മാറുവാൻ കർത്താവ് നമുക്ക് തന്ന ആ വിലയേറിയ അവസരത്തിനായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. But you and I had the opportunity to know him, to believe in him, and to get his blessings and maybe praise him. ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവ് തന്റേതായ ഹല്ലേലൂയ ആ വഴിയിലൂടെ കടന്നു പോകുന്നതായ വേളയിൽ അദ്ദേഹം പറഞ്ഞതായ കാര്യം ഇതാണ്. ആമേൻ. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. And as Jesus passed that way, he cried out, Son of David, have mercy on me. ആമേൻ. ഹല്ലേലൂയ. എന്നോട് കരുണ ഉണ്ടാകണമേ എന്നുള്ളതായ ഹല്ലേലൂയ ആ നിലവിളി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ യേശുവിലുള്ളതായ വിശ്വാസത്തെയാണ് എടുത്തു കാണിക്കുന്നത്. And when you look
look at his cry, it is the faith that he has in Jesus. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ, നമ്മുടെ ഉപരിപ്ലവമായ ഏതെങ്കിലും തരത്തിലുള്ളതായ ബാഹ്യമായ വിഷയം കൊണ്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസത്തോട്, ഹല്ലേലൂയ, ആത്മാർത്ഥതയോട്, ഹല്ലേലൂയ, നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ, ദൈവമായി കർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. When we approach him with faith and pray to him, he is a God who is able to do wonders for you. ആമേൻ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതായ ചോദ്യം ഇതാണ്. ഇതുപോലെ നാം എത്ര പ്രാവശ്യമാണ് എങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? I question you this morning, how often do you cry to him like ആമേൻ. this? നമുക്ക് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? Are we able to pray in this manner? ആമേൻ. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, Of course we pray through our difficult times, രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, in our sicknesses, ക്ഷീണത്തിലൂടെ കടന്നു പോകുമ്പോൾ, when we're exhausted, മറ്റാരും സഹായിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. when we realize we're helpless, we pray sincerely. എന്നാൽ ഞാൻ ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാതെ, ഹല്ലേലൂയ, ഏത് അവസരത്തിലും ഇന്ന് ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്നാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ഇന്നാണ് നാം ദൈവത്തോട് അടുക്കേണ്ടത്, ഇന്നാണ് നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവമായി കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. I exhort you this morning, don't wait for your difficult times. Recognize each day is a gift of God and praise him and pray unto him. ആമേൻ. നാം ശ്രദ്ധയോട്, ഏകാഗ്രതയോട്, ആത്മാർത്ഥതയോട് ദൈവത്തോട് യാചിച്ചാൽ ദൈവം നമ്മുടെ നിലവിളിക്ക് മറുപടി തരുമെന്നുള്ളതിന് ആമേൻ പ്രാവർത്തികമായ ഒരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. If you earnestly pray to him, he is a God who will answer your prayers, and that is what we see here. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് 39ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 30 Amen. And those who were in front rebuked him, telling him to be silent, but he cried out all the more, Son of David, have mercy on me. ആമേൻ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ കുരുടനെ സംബന്ധിച്ചിടത്തോളം അവൻ എതിർപ്പുകളുടെ ഇടയിലും ഉറച്ചു നിന്ന് ദൈവത്തോട് യാചിക്കുക. What we see here is a blind man who persists despite the opposition. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ബ്ലൈൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതായത് അന്ധത എന്ന് പറയപ്പെടുന്നത് മറ്റൊരുടേതായ വിഷയമല്ല. When you think of blindness, it is not a concern for others. അവർ, ഹല്ലേലൂയ, ഇവന്റെ ആവശ്യം പോലെ ആ വഴിക്ക് മറ്റ് കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആവശ്യമില്ല. No one feels the pain like he does. അവർ, ഹല്ലേലൂയ, എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ അന്ധനാണ്. But to him, he is blind. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, അവനോട് ഇവനൊരു, അതായത് യാചകനല്ലയോ, ഇവനോട് കുരുടനല്ലയോ, കണ്ണുപൊട്ടനല്ലയോ, അവനോട് അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ശാസിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. What we see here is a crowd who is trying to silence this blind man. ആമേൻ. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ചിലപ്പോൾ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെതായ രഹസ്യം മനസ്സിലാക്കാതെ വണ്ണം ചിലപ്പോൾ പലരും പല നിരയിലുള്ളതായ കമന്റ്സ് പറഞ്ഞെന്ന് വന്നേക്കാം. When you and I are praying and fasting, others may sometimes make comments. എന്നാൽ എനിക്കും നിങ്ങൾക്കും, അല്ലെങ്കിൽ ആ നിലയിലൂടെ കടന്നു പോകുന്നതായി നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം, അവൻ ചെലവഴിക്കുന്നത്, ഉപവസിക്കുന്നതിൻ്റെതായ രഹസ്യം എന്താണ്, അതിൻ്റെതായ ആത്മാർത്ഥത
എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. But only you know what you're going through and your cry and your prayer. എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ആരൊക്കെ ഏതൊക്കെ നിലയിൽ എതിർത്താലും, ഹല്ലേലൂയ, ചെറുത്തു നിന്നാലും, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്താലും, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു പാഠം എന്തെന്ന് ചോദിച്ചാൽ, എതിർപ്പുകളുടെ ഇടയിൽ, പ്രതികൂലങ്ങളുടെ ഇടയിൽ, ഹല്ലേലൂയ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ നിലവിളിക്ക് ദൈവമായി കർത്താവ് മറുപടി തരും. If you are able to, despite the resistance and the opposition, if you cry to God, He will answer your prayers. അവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനക്കൂട്ടം അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ നീ അടങ്ങിയിരിക്കുക. പക്ഷെങ്കിൽ ഇവന് അടങ്ങാൻ മനസ്സില്ല. കാരണം ഇവന്റെ അവസരമാണ് നഷ്ടമാകുന്നത്. The crowd is trying to silence him, but he is unable to remain silent. അവൻ, ഹല്ലേലൂയ, ദൈവജനമേ, നമ്മുടെ അവസരം നഷ്ടമാക്കരുത്. Do not lose your opportunity. ഒരിക്കൽ കൂടെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, അവസരം എപ്പോഴും ലഭിക്കണമെന്നില്ല. Opportunity will not always come. അവസരം ലഭിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളുമായി തീരേണ്ട വിധത്തിലായിത്തീരുവാൻ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. But when the opportunity is there, submit yourself to the presence of God in the way that He wants. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, ദൈവമായ കർത്താവിൻ്റെതായ സന്നിധിയിൽ എതിർപ്പ് നേരിട്ടതായ, ഹല്ലേലൂയ, ഈ കുരുടൻ, ഹല്ലേലൂയ, തളരാതെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് നിലവിളിക്കുന്നത് അപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. But we see here this blind man, despite the opposition, he continues seeking out to God. നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമല്ല എന്ന് നമുക്ക് തോന്നിയാൽ, when we think that the situation is unfavorable to us, ആമേൻ, ഒരിക്കലും നമ്മൾ കുഴഞ്ഞു പോകരുത്. do not get worried. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഞാൻ പോവുകയാണ്, ഇല്ലാതാകുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം നിർത്തുകയാണ്, പ്രാർത്ഥന നിർത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല, ഇത്ര നാളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷാരൻ നിന്ന് അവനോട് അമർച്ച ചെയ്യുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ എൻ്റെയും നിങ്ങളുടെ ചിന്തകൾ പലപ്പോഴും വന്ന് നിങ്ങളെ സപ്രസ് ചെയ്യുവാൻ, നിങ്ങളെ അടക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചെന്ന് വരും. We may sometimes think I prayed and read and worshiped, what is the benefit? But when you midst of that, do not follow or heed to that one. ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? Has anyone felt that? പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്കത് ഉണ്ടായിട്ടുണ്ട്. Even if you haven't, I have. പലപ്പോഴും നമ്മുടെ പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇതൊക്കെ ശരിയാണോ എന്നുള്ളതായ നിലയിൽ നമ്മൾ അവിശ്വാസം തന്നെ കടന്നു വരുന്നതായ സാഹചര്യം എന്നിലും നിങ്ങളിലും ഉണ്ടാകാറുണ്ട്. There may be times when there will be doubts that will challenge the foundations of your belief. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആ സമയത്തും മറികടക്കുക, അതേ ആ തടസ്സത്തെ മറികടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. But it is very important for you to rely on God and overcome those challenges. നമ്മെ ഉത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം കൂടെ നിൽക്കുന്ന ശക്തികൾ ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല. There may not be others who will support and encourage you. നമുക്ക് അടുത്ത വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 40-41 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ വായിക്കാം. യേശു നിന്നു അവനെ തന്റെ അടുക്ക കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. And Jesus stopped and commanded him to be brought to him. When he came near, he asked him, what do you want me to do for you? He said, Lord, recover my sight. ആമേൻ. എന്താണ് അവിടെ വായിച്ചത്? ആദ്യം മലയാളത്തിൽ വായിക്കുന്നത് എന്താണ്? യേശു നിന്നു. What do we read here?
Jesus stopped. ആമേൻ, ഹല്ലേലൂയ. ഈ കുരുടന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഹല്ലേലൂയ വന്നതല്ല ആ സമയത്ത് കർത്താവ്. Jesus did not come here to pause for this blind man. ആ വഴിക്ക് താൻ പോകുകയായിരുന്നു ശിഷ്യന്മാരുമായി. He was on his way with his disciples. ആ വഴിക്ക് താൻ ആമേൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്ന ഒരു അവസരമായിരുന്നു. It was in the midst of his ministry. എന്നാൽ ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, നാം കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞാൽ, ദൈവമായ കർത്താവിനോട് നമ്മൾ യാചിച്ചാൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം. If you and I can cry to him, here is a God who will stop for you. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? Can we rejoice in the presence of God? ആരാണ് ഇവിടെ നിൽക്കുന്നത്? Who is standing here? അവൻ സർവശക്തനായ ദൈവം. Our supernatural God. ആരാണ് ഇവിടെ നിൽക്കുന്നത്? Who is standing here? സൃഷ്ടിതാവായ ദൈവം. Our creator. ആരാണ് ഇവിടെ നിൽക്കുന്നത്? Who stands here? സൗഖ്യദായകനായ ദൈവം. Our healer. ആരാണ് ഇവിടെ നിൽക്കുന്നത്? Who stands here? അവൻ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം. He brought everything out of nothing by അവൻ his word. അന്റെ ദൈവത്താൽ ഒന്നും അസാധ്യമാകില്ല. Nothing is impossible with our അവൻ God. ആ ദൈവമാണ് ഹല്ലേലൂയ എന്റെ നിലവിളിയുടെ മുമ്പിൽ, നിങ്ങളുടെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്നത്. It is this God who is standing and stopping for your prayers. അവൻ ഈ ദൈവത്തെ പിടിച്ചു നിർത്തിയ സംഗതി എന്താണ്? What stopped this Jesus? അവൻ എന്റെ ദൈവം ഹല്ലേലൂയ അവൻ ഈ മൃത്യുവാലികള് ഈ കുരുടനായി മുമ്പിൽ വന്ന് നിൽക്കുവാൻ ഇടയായത് അവന്റെ നിലവിളി മാത്രമായിരുന്നു. It was his cry that stopped Jesus. അവൻ ഹല്ലേലൂയ ദൈവമേ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളുമായി ഏത് ആവശ്യമായിക്കൊള്ളട്ടെ, അവൻ ശാരീരികമായ ആവശ്യമാണെങ്കിലും മാനസികമാണെങ്കിലും ഹല്ലേലൂയ കുടുംബത്തിന്റെ ആവശ്യമാണെങ്കിലും നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിലവിളിച്ചാൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. No matter what your needs are, if you can pray, our super God will stop for you. അവർ എത്ര പേർക്കത് വിശ്വാസമുണ്ട്? How many of you believe in this? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, In your personal life, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, in your family life, നിങ്ങളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ, in your physical condition, നിങ്ങളുടെ മാനസികമായ അവസ്ഥകൾക്ക് ഭേദം തരുവാൻ, for your mental well-being, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് മാറ്റം in വരുവാൻ, your professional life, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറ്റം വരുത്തുവാൻ, for transformation in your emotional അവർ relationship. ദൈവത്തിൻ്റെതായ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ ഹല്ലേലൂയ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. If he can stop before you, he will solve everything. അവർ കർത്താവ് വന്ന് നിന്നാൽ പിന്നെ നമ്മൾ പറയേണ്ടത്, വന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഞാൻ എന്ത് നിനക്ക് ചെയ്തു തരണം? When he stops for you, he asks you, what do you want from അവർ me? ഹല്ലേലൂയ കർത്താവിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ, ഹല്ലേലൂയ നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളം ദൈവത്തോട് തുറക്കാം. If he stops for you, you can open your heart to him. അവർ ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് താൻ വായിച്ചത് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. When he approached him, he asked him, what do you want me to do for you? ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Let me tell you one thing this morning. അവൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ അവൻ വിഷമിപ്പിക്കുന്നതായ സംഗതി എന്താണ്? What is troubling your heart this morning? ഇന്ന് രാത്രിക്കാൽ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ഒന്ന് ചോദിച്ചേ. Ask yourself this നിങ്ങൾ question. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അവൻ പ്രശ്നങ്ങളിലൂടെയുള്ളതായ വിഷയങ്ങൾ, നിങ്ങളെ കുഴപ്പിക്കുന്നതായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? What are your pain points? What is troubling you? ആ വിഷയങ്ങളെ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ? Or bring it to your mind right now. അവൻ അത് എത്ര സങ്കീർണമാണെങ്കിലും, No matter how impossible it is. അവർ ഹല്ലേലൂയ ആ മനസ്സിൽ കൊണ്ടുവന്നതായ സംഗതികളെ ഹല്ലേലൂയ യേശു ഇന്ന് പൽക്കാലം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്: ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? This is a question our Lord is asking. What do you want me to do for you? അവർ ഹല്ലേലൂയ ഇവിടെ
കുരുടൻ പറഞ്ഞതുപോലെ കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം, എന്റെ പ്രശ്നത്തിന് പരിഹാരം വേണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല കർത്താവ്. എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അതിന് പരിഹാരം കാണണം എന്ന് നിനക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുമോ? Like the blind man said, I need my sight. Can you tell him, I can't go on like this. I need a solution. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന് മുമ്പിൽ മുഖാമുഖമായി നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. This morning, let me tell you, you are looking at Jesus face to face. ഭർത്തിയുമായി നേരത്തെ അല്ലെങ്കിൽ ഈ കുരുടൻ നേരത്തെ ചിന്തിച്ചതല്ല എന്റെ യേശുവിനെ മുഖാമുഖമായി കാണുമെന്ന്. This man never thought he will look at Jesus face to face. എന്നാൽ ഇന്ന് അവൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായി സർവശക്തനായ ദൈവം അവന്റെ സന്നിധിയിൽ അവന്റെ അടുക്കൽ മുഖാമുഖമായി വന്ന് അവനോട് സംസാരിക്കുകയാണ്. Here is the Almighty God standing in front of him and talking to him face to face. ദൈവമേ, ഇന്ന് പൽക്കാലം മുഖാമുഖമായി നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാനുള്ള അവസരം കർത്താവ് തന്നിരിക്കുകയാണ്. Here is an opportunity right now to talk to him face to face. നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ തന്നെ ദൈവത്തോട് പറഞ്ഞ മനസ്സുകൊണ്ട് Tell your request to Jesus. ഇദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് കാഴ്ച കിട്ടണം. This man said, I need my sight. നമ്മുടെ ആവശ്യം ദൈവത്തോടൊന്ന് പറ. Tell your request to God. നമ്മുടെ ദൈവത്തോടൊന്ന് പറഞ്ഞേ. Please tell him. അവർ ഇന്ന് പൽക്കാലം നിങ്ങൾ ഇരിക്കുന്ന ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ദൈവ സാന്നിധ്യം എവിടൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമോ ആ നിലയിൽ പ്രവർത്തിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. This morning, even before you rise from your seat, he will do all that is required. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ. അത് അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ആമേൻ. അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നതായ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അവൻ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഈ റെസ്പോണ്ട് ടു ദ കോൾ. അടുത്ത നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, ആമേൻ, എക്സ്പീരിയൻസ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പ്രൈസ്, പരിവർത്തനവും ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു അവസ്ഥ. What we will focus next is in this man. He experienced transformation and he praised God. ആമേൻ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. Here is what we read. Immediately he found sight. അല്പനേരം കാത്തിരുന്നൊന്നും വന്ന് അവിടെ നമ്മൾ വായിക്കുന്നില്ല. We do not read that he waited for കാരണം എന്താ? നിൽക്കുന്നതാരാ? ഹല്ലേലൂയ, സൃഷ്ടിതാവായ ദൈവം. There is a reason, because standing there is the creator. കർത്താവ് പറഞ്ഞ മാത്രയിൽ, As immediately Jesus spoke. ഹല്ലേലൂയ, കർത്താവ് അവനോട് സംസാരിച്ച അതേ ആ സെക്കൻഡിൽ, At that very moment, ഹല്ലേലൂയ, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചു. he recovered his sight and he praised God. ആമേൻ. ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയുന്നതായ വിഷയം എന്നത് ചോദിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിന് അവൻ സൗഖ്യമാക്കുവാൻ കഴിയാത്ത രോഗമില്ല, കർത്താവിന് പരിഹരിപ്പാൻ തക്കവണ്ണം കഴിയാത്ത അതെങ്കിലും പ്രശ്നമില്ല. ദൈവമായി കർത്താവിനാൽ സകലവും സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം കർത്താവിന്റെ അടുക്കലേക്കൊന്ന് വരാൻ പറ്റുമോ? Let me tell you, there is no disease that cannot be healed. There is no problem that he can't solve. Can you come to him? ആമേൻ. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് തന്റെ പാട്ടിന് പോയെന്നല്ല വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് അവൻ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തെ, കർത്താവിനെ അനുഗമിച്ചു. What we don't read here is after the healing, he went his own merry ways, but he praised God and followed him. ഇവിടെ നിന്നും നമുക്കൊരു ദൂതുണ്ട്. There is a message for us here. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ആമേൻ ദൈവം സഹായിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ദൈവത്തോട് മടങ്ങി വരുവാൻ തക്കവണ്ണം കൂട്ടാക്കാതിരിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. There are often times we can see they get the answers to the prayers, they praise and then they go their own way.
എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ തന്റെ പഴയ ജീവിതത്തിലേക്കല്ല പോയത്, അവൻ പുതിയ ജീവിതത്തിലേക്ക്. But what we read here is a man who did not go back to his old life but to a new life. അവൻ കർത്താവിനെ അനുഗമിച്ചു. അത് മാത്രമല്ല, അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തി. He followed Jesus and found time to praise him. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, When God blesses us, ദൈവം നമുക്ക് നല്ല ജോലി തരുമ്പോൾ, when God gives us great jobs, നമ്മൾ ദൈവത്തിൻ്റെതായ വിശ്വസ്തത അനുഭവിക്കുമ്പോൾ, when we receive God's ഈ faithfulness, രാജ്യത്തിൽ തന്നെ കടന്നു വന്നത് ദൈവത്തിൻ്റെതായ വിശ്വസ്തത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. I recognize it's His faithfulness we are in this country. എന്നാൽ ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ ഇവിടെ കടന്നു വന്നിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം വഴിയിലേക്ക് പോകുന്നവരായിട്ടല്ല, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പിൻപറ്റുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം പിന്നെയും വർഷിപ്പിക്കുവാൻ കർത്താവ് ശക്തനാണ്. But if you can remain faithful and stand in the presence of God, He is able to continue to bless you. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, നമുക്ക് നമ്മുടെ ദൈവത്തെ ഈ ദിവസങ്ങളിൽ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആളുകൾ ഒരു തരത്തിൽ പോലും ഒരു നിമിഷം പോലും അങ്ങയെ മറന്നുകൊണ്ട്, അങ്ങേ ഹല്ലേലൂയ അവഗണിച്ചുകൊണ്ട് എൻ്റെ ജീവിതം നയിക്കുവാൻ ഇടയാകല്ലേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. Can we continue to say, God, I will always serve you, I will be faithful to you. ആമേൻ. അന്ന് വരെയും കുരുടനായ മനുഷ്യൻ ഹല്ലേലൂയ മാറിയത് കൊണ്ട്, Can you see, here is this blind man whose life was transformed. അവർ അന്ന് വരെ ഒന്നും കാണുവാൻ കഴിയാതിരുന്നതായ മനുഷ്യൻ യേശുവിനെ കണ്ടുകൊണ്ട് അനുഗമിക്കുന്നു. നിങ്ങൾ കണ്ടോ? Here is a man who had never seen Jesus follow him immediately. അതുവരെയും ദൈവത്തെ ആരാധിക്കുവാൻ പോഴ്ച കൊടുക്കുവാൻ കഴിയാതിരുന്ന വ്യക്തിക്ക് ദൈവത്തിന് പോഴ്ച കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് കണ്ടോ? Can you see how a man who's never worshipped God worshiping him? അതാണ് നമ്മുടെ കർത്താവ് എന്നിലേക്ക്, നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നാൽ വരുന്നതായ രൂപാന്തരം. That is a God that we serve who is able to transform you. ഈ രൂപാന്തരം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനെ അനുഗമിക്കുവാൻ, ഹല്ലേലൂയ, ഈ ജാനുവരി മാസത്തിൻ്റെതായ 19-ാം തീയതി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഓരോ ദിവസവും വരുന്നതായ ദിവസങ്ങളിൽ ദൈവത്തെ അനുഗമിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവമായ കർത്താവ് കൃപ തരട്ടെ. May God give us the grace to continue to follow him and worship him in the coming days. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ.